എന്താടി ഇവിടെ വിശേഷം? നിന്റെ മരിച്ചുപോയ കെട്ടിയന്റെ 16 അടിയന്തരാണോ? അല്ല, അവള് വന്നപ്പോ ഏതാണ്ടൊക്കെ പൊതിഞ്ഞു കിട്ടി കൊടുത്തായിരുന്നല്ലോ. അതിന്റെ കൂടെ ഈ ചില്ലറയൊന്നും അല്ലല്ലോ വാർത്തു കോരി വെക്കുന്നേ. മറ്റന്നാളാ എന്റെ 2 പെൺമക്കളുടെയും വിവാഹം കഴിഞ്ഞ ദിവസം. അത് ഇവളും അമ്മയൊക്കെ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ല. കേട്ടോ മോളെ, ഇവിടെ മൂത്ത മോൾക്ക് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരുത്തനെ ഭർത്താവായിട്ട് കിട്ടിയ ദിവസമാ മറ്റന്നാള്. അത് ആഘോഷിക്കാൻ വേണ്ടിയാണ് ഇവളീ വറുത്തു കോരുന്നേ. ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് ഇവളെ ഇതിനകത്തിട്ട് വറുത്തു കോരാനാ തോന്നുന്നേ. അമ്മ ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതില് അത്ഭുതമൊന്നും ഇല്ല മുത്തശ്ശി. വീടിനകത്തിരുന്ന് വേര് മുളക്കേണ്ടവളാ വലിയൊരു കുടുംബത്തിന്റെ മരുമോളായിട്ട് പോയത്. അവൾക്കിനി എന്താ ഇല്ലാത്തത്? കെട്ടിയോ വയ്യാത്ത ആളാ, എങ്കിലും കെട്ടിയനുണ്ടല്ലോ. ഭർത്താവ് ഉള്ളവരാ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കേണ്ടത്, എനിക്കതില്ല. പിന്നെ മൂത്ത മോൾക്കൊപ്പം എനിക്കും കൂടി ചേർത്താണ് ഓരോന്നുണ്ടാക്കുന്നെങ്കില് അത് വേണ്ട. നിനക്കും ഭർത്താവുണ്ടല്ലോ, നീ ബന്ധമൊന്നും ഒഴിഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പൊ ബന്ധവും കൂടെ ഒഴിയും മോളെ. അത് കഴിഞ്ഞിട്ട് വേണം ഇവൾക്ക് ഇവളുടെ മോളുടെ മരുമോന്റെയും കൂടെ കൈ കോർത്ത് പിടിച്ച് തുള്ളിച്ചാടാൻ. ഇവളുടെ ജീവിതം ഇല്ലാതാക്കി കളയുന്നത് അമ്മയും അമ്മയുടെ മോനും കൂടിയാ. ഒരിക്കലുമില്ല. നിങ്ങളും നിങ്ങളുടെ മോളും മരുമോനും കൂടിയാ. പിന്നെ കള്ളം പറഞ്ഞ് എന്നെ കല്യാണം കഴിച്ച ഭർത്താവും. അല്ല, നീ ഇതെല്ലാം കൂടി കവറിലാക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അതോ അവരിങ്ങോട്ട് വരുവോ? അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതായിരിക്കും നല്ലത്. 2 എണ്ണത്തിന്റെ മുഖം കാണുന്നത് എനിക്കിഷ്ടല്ലെന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. എന്നാലും വരുമോളെ, നീ ഇവിടെ ബന്ധം ഒഴിഞ്ഞ് നിൽക്കല്ലേ. അപ്പോ ഇവളുടെ മോളുടെ മംഗല്യത്താലി ഭദ്രമായിട്ട് അവിടെ കഴുത്തെ കിടക്കുകയാണെന്ന് നമ്മളെ ഒന്ന് കാണിക്കാൻ വേണ്ടി അവളെ കൊണ്ട് വരും. ജീവിതം എടുത്തിട്ട് നീ എന്തെങ്കിലും കടുങ്കൈ ചെയ്യണം. അതാ ഇവളുടെ മോളെ മരുമോന്റെ ഒക്കെ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്നതും ലക്ഷ്മിയുടെ മംഗല്യക്കുറി മായ്ക്കാൻ ശ്രമിക്കുന്നതും ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഈ തിളച്ച വെളിച്ചെണ്ണയിലെ നീ ഉണ്ടാക്കുന്ന പലഹാരം മാത്രമല്ല, നിന്റെ മോന്തെ കൂടെ വറുത്തെടുക്കാൻ പറ്റും. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുതേ. അതിനൊക്കെ അമ്മയ്ക്ക് മുൻപ് കഴിയുമായിരുന്നു. പക്ഷേ ഇനി അത് പറ്റില്ല. ഇനി എന്റെ മുഖം പൊള്ളിക്കാൻ വന്നാലേ സ്വന്തം മുഖത്തിന്റെ ഈ കോലം മാറിയെന്നും വരും. കാശുകാരനായ മരുമോനെയും മോളെയും കണ്ടിട്ടാണ് ഇവളിപ്പ ഈ എണ്ണയെക്കാളും നന്നായിട്ടങ്ങ് തിളയ്ക്കുന്നേ. എന്ത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ട് എന്താ മോളെ? ഇവിടെ ലക്ഷ്മിക്ക് ഈ ജന്മം ഒരു കുഞ്ഞിക്കാലി കാണാൻ പറ്റുമോ? മോൾക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞ് ഇതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവൾ ഇഷ്ടം പോലെ പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് പോയിക്കോട്ടെ. ഇവളുടെ മരുമകന്റെ ഒക്കെ വിവാഹ വാർഷികത്തിനും പിറന്നാളിനും ഒക്കെ. മോള് വാ. ഇക്കണക്കിന് എന്റെ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞ ഇവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോ ഇങ്ങനെയൊരു നാടകം കളിക്കുന്നത് നല്ലതാ.